Hello students, +2 accountancy കുട്ടികൾ സ്ഥിരമായിട്ട് ചോദിക്കും സാറേ ടഫ് ക്വസ്റ്റ്യൻസ് വേണം എന്ന് പറയുന്നുണ്ട്. കാരണം അവിടെ ക്വസ്റ്റ്യൻ പേപ്പറിനൊക്കെ പാറ്റേൺ ഒക്കെ മാറുന്നതുകൊണ്ട് ചോദിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരു ടഫ് ക്വസ്റ്റ്യൻ ചില കുട്ടികൾക്ക് ടഫ് ആയിരിക്കില്ല. എന്തായാലും ടഫ് ക്വസ്റ്റിന് പാറ്റേൺ നമ്മൾ പെടുത്തിയിരിക്കുന്നത് ഒരു പക്ഷേ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ക്വസ്റ്റൻ ആയിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ക്വസ്റ്റൻ ആയിരിക്കാം. ഇവിടെ സാർ ഉൾപ്പെടുത്തിയത് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ക്വസ്റ്റൻ ആണ്. അതും അഡ്മിഷനകത്ത് ഒരു പാറ്റേൺ മാത്രം, അതായത് ഇൻകമിംഗ് പാർട്ടിയുടെ ക്യാപിറ്റൽ അനുസരിച്ച് എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ പഴയ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ മാറ്റം വരുന്ന ക്വസ്റ്റൻ ആണ്. ഒരു ചെറിയൊരു ടഫ് ക്വസ്റ്റൻ, കുഞ്ഞ് ടഫ് ക്വസ്റ്റൻ ഇട്ടിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ ക്വസ്റ്റൻസ് ആണ്. അതായത് ടഫ് കുട്ടികൾക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു പക്ഷേ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റൻസ് ആയിരിക്കാം. ഈ ക്വസ്റ്റൻ നമുക്ക് എങ്ങനെയാണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് വർക്കൗട്ട് ചെയ്യാം. രണ്ട് പേരുണ്ട്, യാഷ് ആൻഡ് ജയ്. Yash and Jay are partners sharing profits and losses in the ratio of 3:1. On 1st April 2022, new partner Zen എന്ന് പറയുന്ന ആള് ഫേമിലേക്ക് അഡ്മിറ്റ് ആവുന്നു. ക്വസ്റ്റ്യൻ നല്ലപോലെ ഒബ്സർവ് ചെയ്യാം. ആൻഡ് Zen shall to pay 40,000 as capital. അതായത് 40,000 രൂപയാണ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്. ആൻഡ് ദ ക്യാപിറ്റൽ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ്, പഴയ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ടു ബി അഡ്ജസ്റ്റഡ് ഓൺ ദ ബേസ് ഓഫ് ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അതായത് പഴയ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ പുതിയ പാർട്ട്ണറായ സെന്നിന്റെ ക്യാപിറ്റൽ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആക്ച്വൽ ക്യാഷ് ബ്രോട്ട് ഓർ വിഡ്രോൺ, ഏതെങ്കിലും ക്യാഷ് കൊണ്ടുവരികയോ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ദ ന്യൂ ക്യാപിറ്റൽ ഓഫ് ഈച്ച് പാർട്ട്നേഴ്സ്, പുതിയ പാർട്ട്നേഴ്സിന്റെ, അതായത് പുതിയ ഫേം ആയിരിക്കും സെന്നെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ക്യാപിറ്റൽ ആൻഡ് ദ പാസ്റ്റ് നെസസറി ജേണൽ എൻട്രീസ് വെൻ ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വിൽ ബി 5:3:2. അതായത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ട്, പുതിയ റേഷ്യോ തന്നിട്ടുണ്ട്. ഇനി പഴയ പാർട്ട്നേഴ്സിന്റെ എല്ലാ അഡ്ജസ്റ്റ്മെന്റും കഴിച്ചിട്ടുള്ള ക്യാപിറ്റൽ ബാലൻസ് യാഷിന്റെ ജെയിന്റെയും 85,400 39,800 ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 5:3:2 ആയതുകൊണ്ട് സെന്നിന്റെ ഷെയർ എന്ന് പറയുന്നത് 2/10 ആയിരിക്കും. ചില ക്വസ്റ്റിൻ്റെ അകത്ത് നേരിട്ട് തരാറുണ്ട്. ഇവിടെ നമ്മൾ അത് നേരിട്ട് തരാത്തതുകൊണ്ട് ഇവിടെ ന്യൂ റേഷ്യോ തന്നതുകൊണ്ട് 2/10 ആണെന്ന് മനസ്സിലാക്കി. എങ്ങനെയാണ് ഇയാളുടെ സെന്നിന്റെ ക്യാപിറ്റൽ അനുസരിച്ച്, സെന്നിന്റെ ക്യാപിറ്റൽ 40,000 ആണ്. ഈ ക്യാപിറ്റലിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് നോക്കാം. ചിലപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരേണ്ടി വരും, ചിലപ്പോൾ വിഡ്രോ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ കൊണ്ടുവരിക മാത്രമേ ഉണ്ടാവും, ചിലപ്പോൾ രണ്ടുപേരും വിഡ്രോ ആയിരിക്കും. അത് എങ്ങനെ വേണമെങ്കിലും എക്സാമിനേഷന് ചോദിക്കാം. നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ സെൻസ് ക്യാപിറ്റൽ, ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ന്യൂ ഫേം കണ്ടുപിടിക്കണം. ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ന്യൂ ഫേം ആഫ്റ്റർ അഡ്മിഷൻ ആണ് ന്യൂ ഫേം എന്ന് പറയുന്നത്. അത് 40,000 ആണ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്. അയാളുടെ ഷെയർ 2/10 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 10/2 ഇട്ട് കഴിഞ്ഞാൽ 2 lakh rupees ഈസ് ദ ന്യൂ ക്യാപിറ്റൽ ഓഫ് ദ ഫേം. അതായത് ടോട്ടൽ ക്യാപിറ്റൽ 2 lakh ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് പുതിയ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ എത്രയാണെന്ന് നോക്കാം. ആദ്യം ഉള്ളത് നമുക്ക് യാഷ് ആണ്. യാഷിന്റെ ന്യൂ ക്യാപിറ്റൽ, യാഷ് ന്യൂ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 2 lakh into 5/10 ആയിരിക്കണം പുതിയ റേഷ്യോ പ്രകാരം. അതായത് 2 lakh into 5/10 എന്ന് പറയുമ്പോൾ കറക്റ്റ് അത് 1 lakh rupees ആയി വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 1 lakh rupees ആയിരിക്കണം എന്ന് പറഞ്ഞു. അതായത് 1 lakh rupees ആയിരിക്കണം. പക്ഷേ നമ്മുടെ ക്യാപിറ്റൽ ഇയാളുടെ എത്രയാണെന്ന് നോക്കാം. എത്രയാണ് ക്യാപിറ്റൽ? 85,400 നിലവിലുള്ളൂ. ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ് യാഷിന്റെ ക്യാപിറ്റൽ 85,400. അപ്പം കുറവാണ്, വീണ്ടും കൊണ്ടുവരണം. എത്ര കൊണ്ടുവരണം? ഡെഫിസിറ്റ് ആണ് 1 lakh 85,400 മൈനസ് ചെയ്യുക. അപ്പോൾ 14,600 ആര് കൊണ്ടുവരണം? യാഷ് എന്ന് പറയുന്ന ഒന്നാമത്തെ പാർട്ട്ണർ കൊണ്ടുവരണം എന്നാണ് അർത്ഥം. ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റ് യാഷ് ക്യാപിറ്റൽ. രണ്ടാമത്തെ ആൾക്ക് മേ ബി കൊണ്ടുവരാനോ അല്ലെങ്കിൽ വിഡ്രോ ആണോ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ആള് നമുക്കറിയാം, ജയ് ആണ്. ജയ്യുടെ ന്യൂ ക്യാപിറ്റൽ നോക്കാം. ജയ്സ് ന്യൂ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ഇതേ 2 lakh ഉണ്ട്. ഇതേ 2 lakhന്റെ 5:3:2 ആണ്. 3/10 എടുക്കുന്നു. ദാറ്റ് ഈസ് 60,000 rupees. ഇയാളും കൊണ്ടുവരാനാണല്ലോ. ഇവിടെ എത്രയേ ഉള്ളൂ? 39,800 മാത്രമേ ജയിക്കുള്ളൂ കേട്ടോ. അപ്പം 60,000 മൈനസ് 39,800 ദാറ്റ് ഈസ് 20,200 ആര് കൊണ്ടുവരണം? നമ്മുടെ രണ്ടാമത്തെ പാർട്ട്ണർ കൊണ്ടുവരണം. 20,200 രണ്ടാമത്തെ പാർട്ട്ണർ കൊണ്ടുവരണം. അതായത് രണ്ടുപേർക്കും കൊണ്ടുവരാനുള്ളത് ബ്രോട്ട് ഇൻ ടു ദ ഫേം ആണ്. എല്ലാ ക്വസ്റ്റ്യനും ഇങ്ങനെയാണെന്നില്ല. ഒരാൾക്ക് അത് വിഡ്രോവലും ഒരാൾക്ക് കൊണ്ടുവരലും, രണ്ടാൾക്കും വിഡ്രോ ഒക്കെ സംഭവിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ജേണൽ എൻട്രി പാസ് ചെയ്യാനാണ്. ജേണൽ എൻട്രി വളരെ സിമ്പിൾ ആണ്. ക്യാഷ് കൊണ്ടുവരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ആര് കൊണ്ടുവരണം? ടു യാഷ് ക്യാപിറ്റൽ ടു ജെയ്സ് ക്യാപിറ്റൽ. എൻട്രി വരെ എക്സാമിനേഷൻ ചോദിക്കും. ഒന്നാമത്തെ ആൾ കൊണ്ടുവരേണ്ടത് 14,600 ആണ്. രണ്ടാമത്തെ ആൾ കൊണ്ടുവരുന്നത് 20,200 ആണ്. ബോത്ത് രണ്ടുപേരും കൊണ്ടുവരുന്നത് 34,800.
134,800 കൊണ്ടുപോകും. സോ ഇതൊരു ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ഒന്നാമത്തെ കേസ് മാത്രമേ ഉള്ളൂ. ഇത്തരത്തിലുള്ള ഇനിയും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാണ്ട്, ടഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാറുണ്ട്, കൺഫ്യൂസിംഗ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്.